കോരിച്ചൊരിയുന്ന മഴയെ സാക്ഷിയാക്കി കാടിന്റെ മകൻ മണ്ണിലേക്ക് യാത്രയായി. ഗവി പൊന്നമ്പലമേടിന് സമീപം കടുവാടി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പെരിയാർ കടുവാ സങ്കേതം പടിഞ്ഞാറ് ഡിവിഷനിലെ പച്ചക്കാരൻ സ്റ്റേഷൻ വാച്ചർ അനിൽകുമാറിന്റെ മൃതദേഹം ലാഹ മഞ്ഞത്തോട് ആദിവാസി ഉന്നതിയിൽ സംസ്കരിച്ചു. ശബരിമല കാടുകളിലെ കാടിന്റെ മക്കൾക്കൊപ്പം വനപാലകരും ഗവി KFDCയിലെ ജീവനക്കാരും പട്ടികവർഗ ഉദ്യോഗസ്ഥരും അടങ്ങിയ വൻ സമൂഹം അന്ത്യോപചാരം അർപ്പിക്കാൻ മഞ്ഞത്തോട്ടിൽ എത്തിയിരുന്നു. വനഭോഗങ്ങൾ തേടി പൊന്നമ്പലമേട്ടിൽ പോയ അനിൽകുമാറിന്റെ മൃതദേഹം ചൊവ്വാഴ്ചയാണ് ചെന്താമര കൊക്കയിലേക്ക് പോകുന്ന വഴിയിൽ ചടയന്തോട് ഭാഗത്ത് സഹോദരങ്ങൾ കണ്ടെത്തിയത്. ജോലിക്കിടെ തുടർച്ചയായി അവധി വന്നപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഗവിയിലുള്ള വീട്ടിൽ നിന്ന് വനഭോഗങ്ങൾ തേടി അനിൽകുമാർ കാട്ടിലേക്ക് പോകുന്നത്. കാട്ടിൽ പോകുന്ന സ്ഥലം കുടുംബാംഗങ്ങളോട് പറഞ്ഞിട്ട് പോവുകയാണ് പതിവ്. 2 ദിവസം കഴിഞ്ഞിട്ടും മടങ്ങി വരാഞ്ഞതിനെ തുടർന്ന് കുടുംബാംഗങ്ങൾ നടത്തിയ തെരച്ചിലിൽ ചൊവ്വാഴ്ച രാവിലെ വസ്ത്രങ്ങൾ കണ്ടെത്തിയിരുന്നു. തുടർന്ന് കൂടുതൽ ആളുകൾ നടത്തിയ പരിശോധനയിലാണ് ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നത്. ഗവിയിൽ നിന്നും അനിൽകുമാറിനൊപ്പം ജോലി ചെയ്യുന്ന വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരും ഗവി KFDCയിലെ ജീവനക്കാരും ബന്ധുക്കളും അടങ്ങിയ സംഘം വള്ളക്കടവ് സ്റ്റേഷനിൽ നിന്നും വിട്ടു നൽകിയ മിനി ബസ്സിൽ മഞ്ഞത്തോട്ടിലെത്തി സംസ്കാരത്തിൽ പങ്കെടുത്തു. കനത്ത മഴയെ തുടർന്ന് ടാർപോളിൻ ഷീറ്റ് വലിച്ചു പിടിച്ച് നനയാതെ ആംബുലൻസിൽ നിന്നും മൃതദേഹം വനപാലകർ ഉൾപ്പെടെയുള്ള സംഘം അനിൽകുമാറിന്റെ സഹോദരി ശരണ്യ ഹരീഷിന്റെ വീട്ടിൽ അന്ത്യകർമ്മങ്ങൾക്കായി എത്തിച്ചു നൽകി. ഏറെ പ്രതീക്ഷയോട് കാത്തിരുന്ന കുടുംബത്തിനു അനിൽകുമാറിന്റെ വേർപാട് താങ്ങാവുന്നതിലും അധികമായിരുന്നു. മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചപ്പോഴേക്കും സങ്കടകരമായ കാഴ്ചകൾക്കാണ് മഞ്ഞത്തോടുന്നതി സാക്ഷിയായത്. അലമുറയിട്ട് കരയുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കാൻ ആർക്കും കഴിയാത്ത സാഹചര്യമായിരുന്നു. അത്രയ്ക്കും പ്രിയങ്കരനായിരുന്നു അനിൽകുമാർ നാടിനും വീടിനും. കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി അനിൽകുമാറിന് ലഭിക്കേണ്ട സർക്കാർ സഹായങ്ങൾ എന്ന് കൈമാറുമെന്ന് ഉറപ്പു നൽകണമെന്ന് മുൻ ലാഹ പഞ്ചായത്ത് അംഗം മുത്തമ്മന്റെ നേതൃത്വത്തിൽ ബന്ധുക്കൾ ആവശ്യപ്പെട്ടു. അടിയന്തര സഹായം ഇന്ന് തന്നെ നൽകാമെന്നും ബാക്കി സഹായങ്ങൾ വരും ദിവസം നൽകുമെന്നും പെരിയാർ കടുവാ സങ്കേതം പടിഞ്ഞാറ് ഡിവിഷൻ പമ്പ റേഞ്ച് ഓഫീസർ MK മുകേഷ് ഉറപ്പ് നൽകിയ ശേഷമാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. കൊച്ചുമോൻ്റെ അരിയനെ ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. കൊച്ചുമോന് കാട്ടിൽ വെച്ച് അപകടം സംഭവിച്ചവർക്ക് കിട്ടുന്ന 10 ലക്ഷം രൂപ കൊച്ചുമോന് കൊടുക്കും. കൂടാതെ വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യക്കാരുണ്ട്, അവർ 3 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് കൊടുക്കും. പിന്നെ കൊച്ചുമോന് വാച്ചർക്ക് വനവകുപ്പിലെ വാച്ചർക്കുള്ള ഇൻഷുറൻസ് ഉണ്ട്, ആ ഇൻഷുറൻസ് തുകയും കൊടുക്കും. പിന്നെ ഇതിൽ നിങ്ങളിത് ആർക്കാണ് കൊടുക്കേണ്ടതെന്നുള്ള ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് തരണം, ചെക്കായിട്ടാണ് തരണം, ആരുടെ പേരിൽ ആരുടെ അക്കൗണ്ടിൽ കൊടുക്കും. കോരിച്ചൊരിയുന്ന മഴയെ അവഗണിച്ച് നിരവധി ആളുകൾ അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. റാന്നി റേഞ്ച് ഓഫീസർ BR ജയൻ, രാജാമ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ഗ്രേഡ് ഡെപ്യൂട്ടി റേഞ്ചർ ബിജു തോമസ്, പച്ചക്കാനൻ ഡെപ്യൂട്ടി റേഞ്ചർ S സുധീഷ് കുമാർ, PDO SA നജീബ്, PEO V ഗോമർ എന്നിവരും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. മൃതദേഹം സംസ്കാരത്തിനായി കുഴിമാടത്തിലേക്ക് എടുത്തപ്പോഴേക്കും 4 മണിയായി. ഈ സമയത്തും തോരാത്ത മഴയായിരുന്നു. പ്രകൃതി പോലും നിറകണ്ണുകളോടെയാണ് അനിൽകുമാറിന് യാത്രാമൊഴി നൽകിയത്.